ചിലര് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിനൊരു ട്രെൻഡാണ് നിലവിൽ. കാരണം ഒരു ഫാസിസ്റ്റ്വൽക്കരിക്കപ്പെട്ട ഒരു കേന്ദ്രീകൃത പാർട്ടിയിൽ നിന്ന് അതേപോലെ അതിന്റെ സ്വഭാവപ്പെട്ട ഒരു പാർട്ടിയിലേക്ക് പോകാനാണ് ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് ബംഗാളിൽ പൂർണ്ണമായിട്ടും ആളുകൾ പോയത് BJP-യിലാണ്. അത് BJP ഇപ്പൊ ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. ത്രിപുരയിൽ പൂർണ്ണമായിട്ടും പോയത് BJP-യിലാണ്. ഇവിടെയും CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ രേഖ തന്നെ പറയുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തകർക്കണം. ഈ ഒരു സാഹചര്യത്തിൽ കേരളം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് മേധാവിത്വമുള്ള ഒരു സംസ്ഥാനം. അത് അനുവദിക്കാൻ കഴിയാത്ത രൂപത്തിൽ RMPA നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൽ ആവരണം ചെയ്യുന്ന ഒരു മുന്നണി ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ RSPയും ഫോർവേഡ് ബ്ലോക്കും അതേപോലെ CMP ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. മറ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു CPM-ന്റെ പതനത്തിൽ നിന്ന് വലതുപക്ഷവൽക്കരിക്കപ്പെടാത്ത ഒരു ഇടതുപക്ഷ ഗ്രൂപ്പ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിനകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ പരിചയപ്പെട്ടു. സഖാവ് TP ചന്ദ്രശേഖരന്റെ 13ാമത് രക്തസാക്ഷി ദിനം വരുന്ന മെയ് 4-ന് വിപുലമായ പരിപാടികളുടെ RMPA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4-ാം തീയതി ഈ രക്തസാക്ഷി ദിനത്തിന്റെ പ്രത്യേകത ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്ത വള്ളിക്കാട്ടിലെ അതേ സ്ഥലത്ത് ആ സ്പോട്ടിൽ തന്നെ ആ സ്ഥലം പാർട്ടി വിലക്ക് വാങ്ങുകയും അവിടെ ഒരു രക്തസാക്ഷി സ്ക്വയർ ചന്ദ്രശേഖരന്റെ പേരിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മംഗളറാം ബസ്ര ഈ മെയ് 4-ന് രാവിലെ അവിടെ നടത്തുകയാണ്. മാത്രമുള്ള കുറെ ആളുകൾ കിട്ടും കാര്യസാധ്യമുള്ള ഞാനത് പറഞ്ഞു ആ ഒരു പാർട്ടിയായി അതിൽ പറ്റുന്നൊരു 10 ഞാൻ അതേ കണ്ടുള്ളൂ. ഇത് തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷണിച്ചാണ് പഴക്കമുള്ളൊരു ശൈലിയാണ്. അത്യാവശ്യം നാട്ടിൻപുറത്തൊക്കെ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികൾ സർവകലാശാലകൾ സ്വകാര്യവൽക്കരിച്ചു കൊടുക്കാൻ ഒരു ബില്ല് കേരള നിയമസഭയിൽ വന്നു. ആ ബില്ലിൽ UDF-ഉം LDF-ഉം അഭിപ്രായ വ്യത്യാസം. പക്ഷേ RMPയുടെ പ്രതിയായിട്ട് രമയാണ് ആ ബില്ലിനെതിരെ നിയമസഭയിൽ ചരിത്രപ്രസമായ വോട്ടിംഗ് നടത്തും. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ജനാധിപത്യ സംവിധാനങ്ങളെ ഞങ്ങൾ കുറെ കൂടി ജനാധിപത്യവർക്ക് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് മാറി കുറെ കൂടി ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ മാനിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ ഒരു ഏകശരീരകൃത്യ രൂപത്തിലല്ല, ജനാധിപത്യപരമായി സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ജനാധിപത്യ പാർട്ടി ഉൾപ്പെടാറുണ്ട്. ആ രൂപത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, കോൺഗ്രസ് യോജിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ടല്ല. സത്യത്തില് RMPAക്ക് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം ശരിയാണ്. വടകരയ്ക്കപ്പുറം സംഘടനാപരമായിട്ട് കരുത്താർജിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം CPM തന്നെ. CPM അണികൾ ഇപ്പൊ ഞാനൊരു ഉദാഹരണം, വടകര പാർലമെന്റിൽ 2008 RMPA രൂപീകരിച്ച ശേഷമാണ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും വടകരയിലെ പാർലമെന്റ് LDF നടത്തിയില്ല. കാരണം ഏത് ഘട്ടത്തിലും LDF വിജയിക്കുന്ന പാർലമെന്റ് മന്ത്രമാണ്. അല്ലെങ്കിൽ LDF പറഞ്ഞ ഏത് സ്ഥാനാർത്ഥി ഇപ്പൊ KP ഉണ്ണികൃഷ്ണൻ 3 തവണ ജയിച്ചു. ഉണ്ണികൃഷ്ണന്റെ പാർട്ടിക്ക് അവിടെ 500 വോട്ട് കൂട്ടിയായിരുന്നു. അപ്പൊ CPM ഏത് കൃത്യച്ചുവിനെ നിർത്തിയാൽ വലിയ ഭൂരിമാർജിനിൽ ജയിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലം 2009 തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അത് വടകര നിയമസഭാ മണ്ഡലം മാത്രമല്ല, അത് വടകരയിലെ 7 മണ്ഡലങ്ങളുണ്ട്.
കോഴിക്കോട്ടെ മണ്ഡലങ്ങൾ ഉണ്ട്, കണ്ണൂരിൽ അതിന്റെ പ്രിയറുണ്ട്. അത് കേരളത്തിൽ എല്ലായിടത്തും CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനം ഇന്നുമുണ്ട്. അതിന്റെ ചലനങ്ങൾ പല സ്ഥലത്തുണ്ട്. പക്ഷെ അതൊരു തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ വിധത്തിലായിട്ടില്ല. അതിൽ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒരു ചെറിയ പാർട്ടി CPM പോലുള്ള ഒരു വ്യവസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളെയും അടക്കി വാഴുന്ന ഒരു സംവിധാനത്തിന്റെ, പ്രത്യേകിച്ചും ഒരു ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞത് ചെറുതല്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചത് വലിയ ത്യാഗം ചെയ്യാൻ, വലിയ രൂപത്തിലേക്ക് ചിലപ്പോ പല ഘട്ടത്തിൽ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇതിന്റെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് CPM-ന്റെ ഈ അക്രമ രാഷ്ട്രീയം തന്നെയാണ്. അത് ഒരു എല്ലാ കാലത്തും നിലനിൽക്കാൻ പോകില്ല. അതിനെയൊക്കെ തിരിച്ചടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ലെഫ്റ്റ് മനസ്സ്, പ്രത്യേകിച്ചും ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയവും ആ രാഷ്ട്രീയം കാലക്രമേണ ശരിയാണ് എന്ന് ബോധ്യപ്പെടും. CPM ഏത് ശരാശരി CPM പ്രവർത്തകർ ചോദിച്ചാൽ ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ അങ്ങനെ ആയി എന്ത് ചെയ്യാന്നുള്ള ഒരു പൊതു മറുപടിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ അനധികൃത ചർച്ചകളുടെ ഭാഗമായിട്ട് കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ ചർച്ചകൾ നടത്തണമെന്ന് തീരുമാനിക്കുകയും യഥാർത്ഥത്തിൽ ഈ മെയ്നാലിന് ശേഷം കുറെ കൂടി ആ ഒരു രാഷ്ട്രീയം ഞങ്ങൾ കേരളത്തിൽ ചർച്ച വിധേയമാക്കുകയും അത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും ശ്രമം. UDF-ൽ തന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടികളുടെ ഒരു അതാണ് ഉദ്ദേശിക്കുന്നത്. UDF എന്നല്ല, കാരണം ഈ പാർട്ടികൾ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ള പാർട്ടികൾ എല്ലാം അതിന് UDF-ൽ അല്ലാത്ത പാർട്ടികളെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. അവരുടെ നിലപാട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാനിപ്പോ പേര് പറഞ്ഞ പാർട്ടികളൊക്കെ ഇത്തരമൊരു മൂവ്മെന്റിന് തയ്യാറാണ് എന്ന രൂപത്തിലേക്ക് അതൊരു രാഷ്ട്രീയ മുന്നണി രൂപത്തിൽ കേരളത്തിലെ പൊതുവായി ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ, ഇടതുപക്ഷത്തിന്റെ അപജയത്തിൽ നിന്നും രൂപപ്പെടുന്ന പുതിയ വെല്ലുവിളികൾ, ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രചാരണവും സംഘടനാ പത്രം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം ആലോചിക്കും. അപ്പൊ അതിന്റെ പിന്നീടുള്ള രാഷ്ട്രീയം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെ പറയുക.